നമസ്കാരം. എനിക്കിന്നൊരു മട്ടൺ ബിരിയാണിയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഗരം മസാല പൊടിക്കുന്നതാണ്. ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ്. അപ്പം അതിന് ഞാൻ ബേ ലീഫ്, പട്ട, കറാമ്പ്, പെരിഞ്ജീരകം, എല്ലാം, ഏലക്ക, ജാതിക്ക, സ്റ്റാർ എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇത് പൊടിച്ചെടുക്കും. അങ്ങനെ ഞാൻ ഗരം മസാലപ്പൊടി ഞാൻ തനിച്ചെന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല. അല്ലെങ്കിൽ എല്ലാ സാധനവും എനിക്ക് ഒരു ഫ്ലവർ മില്ലുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ മില്ലിൽ നിന്ന് പൊടിച്ചതാണ് ഞാൻ ഉപയോഗിക്കാറ്. മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി എല്ലാം ഞാനതൊരു ദിവസം ആ വീഡിയോ കാണിക്കുന്നതാണ് എൻ്റെ മില്ലിൻ്റെ. ഞാൻ തന്നെ അവിടെ ചെയ്യുന്നത്. പിന്നെ ഒരു ഹെൽപ്പിനൊരു ആളുമുണ്ട് എൻ്റെ. ഞാൻ കഴുകി വൃത്തിയാക്കിയ മട്ടൺ ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല പോലെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കും. ഈ മട്ടണിനെല്ലാം ചെറിയ ഉള്ളി നല്ലതാണ്. അപ്പം കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇത് ഞാനൊരു 2 വിസിലിന് വേവിച്ചിട്ടെടുത്ത് അതിൻ്റെ ശേഷമാണ് മസാല ഉണ്ടാക്കാറ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, മിക്സിയിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കുരുമുളക് പൊടി, മട്ടന് കുരുമുളക് കുറച്ച് ഞാൻ പൊടിച്ച ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നല്ല പോലെ ഒന്ന് പെരക്കി അടുപ്പത്ത് വെക്കാം. കുറച്ച് മഞ്ഞൾ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വെക്കട്ടെ. ഇതിനി ഒന്ന് ഞാൻ ഇതാക്കട്ടെ. ഒരു 2 വിസിൽ വരണം. പിന്നെ നല്ല ചള്ള് മട്ടണാണ്, അതുകൊണ്ട് അധികം വെന്ത് പോയി കഴിഞ്ഞാൽ കലങ്ങിപ്പോവും. ഞാൻ ബിരിയാണിക്ക് റൈസിന് ആവശ്യമായ ഉള്ളി വാട്ടുന്നുണ്ട്. ഇതൊന്ന് വാട്ടിയിട്ട് കുറച്ച് നമ്മുടെ ബിരിയാണീൻ്റെ മസാലയിലും ചേർക്കണം. ബാക്കി റൈസിലോട്ട് ഇടാനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി വാട്ടുന്നതാണ്. ഞാൻ പിന്നെ ബിരിയാണിയൊക്കെ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. എനിക്കത് ഭയങ്കര ഇഷ്ടം, പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോഴും. അപ്പോൾ ഉള്ളി ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഞാൻ അരി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉള്ളി വാട്ടിയ എണ്ണയിൽ തന്നെ. അപ്പോൾ അരിയൊന്ന് കുറച്ച് സമയം ഒന്ന് വാടട്ടെ. അരി ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് വറക്കണം അരി. എന്നാലാണ് ചോറ് നല്ലോണം നന്നാവുക. അരി വാടി വന്നിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഞാൻ എപ്പോഴും കറമ്പ്, ഏലക്ക, പട്ട ഒന്നും വാട്ടിയിട്ട് അരി ഇതാക്കാറില്ല. ഞാൻ ഒരു തുണിയിൽ കെട്ടിയിട്ട് അതിലാണ് ഇടുക. എങ്കിലങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കൂല. ഞാനിനി ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ തന്നെ എൻ്റെ അടുത്ത് ബേ ലീഫ് ഉണ്ട്. അപ്പോൾ അത് 2-3 എണ്ണം ഇതിലിട്ട് കൊടുക്കും. പിന്നെ കറാമ്പ്, പട്ട, ഏലക്ക ഇതെല്ലാം ഞാനൊരു തുണിയിൽ കെട്ടിയിട്ടിടുക. അപ്പോൾ അതിൻ്റെ മണം നല്ല പോലെ ഇറങ്ങുകയും ചെയ്യും. ഇതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കടിക്കലായിരിക്കും. അപ്പോൾ അത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ അമ്മായിയമ്മ പണ്ടേ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ മൂപ്പരടിക്കുന്നുള്ള ഒരു ശീലമാണ് എനിക്കും. അപ്പം ഞാൻ ഉപ്പും എല്ലാം ഇട്ട് ഇതൊന്ന് ഇളക്കി ഇനി ഈ അരിയൊന്ന് വേവട്ടെ. ഞാൻ പിന്നെ അളന്നിട്ടൊന്നും ഒരിക്കലും അരി എടുക്കാറില്ല. സാധാരണ എൻ്റെ ഒരു സുമാറാണ്, പക്ഷെ എല്ലാം ശരിയാവാറുണ്ട്. ഇനി മൂടട്ടെ. ഞാൻ വെന്ത മട്ടൺ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മസാലയൊന്ന് കുക്കറിൽ നിന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കുക. എങ്കിൽ പിന്നെ വാട്ടാൻ എളുപ്പമായിരിക്കും. ഞാനതുകൊണ്ട് ബിരിയാണി വെക്കുമ്പോൾ എപ്പോൾ മസാലയൊന്ന് അടുപ്പത്ത് നിന്ന് കുക്കറിൽ ഒരു വിസിലൊന്ന് വരുത്തിക്കും. എന്നിട്ടാണ് അടുപ്പിൽ വെച്ച് വാട്ടാറ്. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ. എൻ്റെ റൈസ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി ദമ്മിടുന്നതാണ്. ഞാൻ മസാല പെട്ടെന്നാവും. അപ്പോൾ ഈ റൈസ് ഇതിൽ നിന്ന് മാറ്റി ഇതിൽ നിന്ന് ഞാൻ മസാല വാട്ടുന്നതായിരിക്കും. മസാല വാട്ടട്ടെ. ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വെന്ത കുക്കറിലൊരു വിസിൽ വന്ന മസാലയാണ്. ഇതിനി ഒന്ന് നമുക്കിതിൽ വെച്ച് വാട്ടാം. ഇനി ഇത് വേഗം വാടിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വേവിച്ച മട്ടൺ കൂടി ഇട്ട് കൊടുക്കും. ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്, ഒരു പാടുമില്ല. നമുക്ക് മസാല വാട്ടുന്നതാണല്ലോ ഏറ്റവും സമയം എടുക്കുക. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ വേഗം മസാല വാടിക്കിട്ടുകയും ചെയ്യും. ഇതിലോട്ട് മട്ടൺ ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ എൻ്റെ മസാല എല്ലാം
വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ഞാൻ ഇടട്ടെ. വറുത്ത് വെച്ച ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് റൈസിലോട്ടിടാം. ഇത് ഞാനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലി പുതിന ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മല്ലി പുതിന ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് ദമ്മിട്ട് കൊടുക്കട്ടെ. ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഞാൻ ഇതേ രീതിയിലാണ് ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കാറ്. വേഗത്തിലാവും, ഒരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചോറെല്ലാം പാകമായിട്ടുള്ള വേവാണ്. ഞാനിതിൻ്റെ മേലെ കുറച്ച് വറുത്ത് പൊരിച്ച ഉള്ളിയും മല്ലിയിലയിലും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. തൽക്കാലം വീട്ടിലായതുകൊണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ ഒട്ടില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് അതൊന്നും വലിയൊരു ഇഷ്ടമല്ല, എല്ലാം എടുത്ത് കളയായി. കുറച്ച് പശു നെയ്യ് ഒന്ന് മേലെ തൂവി കൊടുക്കുന്നുണ്ട്. ഒരു മണം, നല്ല ദമ്മിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും നെയ്യിൻ്റെ. ഇനി ഞാനിതൊന്ന് ദമ്മിടാൻ വെക്കട്ടെ. ഞാനിതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതെൻ്റെ അമ്മിക്കുട്ടിയാണ്. ചമ്മന്തിയെല്ലാം സ്ഥിരമായിട്ട് ഇറക്കുക ഈ അമ്മിമെന്നാണ്. അമ്മിമേൽ അരച്ച ചമ്മന്തിയാണ് ഇവിടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം. ഇനി ഇത് ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് ദമ്മ് തുറക്കാം. അങ്ങനെ ബിരിയാണി ദമ്മെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാവുന്നതാണ്. ഇനി ഞാനെടുത്ത് മാറ്റട്ടെ, അടുപ്പിൽ നിന്ന് മാറ്റുന്നുണ്ട്. ബിരിയാണി നിർമ്മലേച്ചിക്കാണ്. ഇത് എൻ്റെ അടുത്ത ആളാണ്, എൻ്റെ അടുത്ത വീട്ടിൽ ഞാനാണ് നിർമ്മലേച്ചിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക. അപ്പം ബിരിയാണീൻ്റെ അഭിപ്രായം നിർമ്മലേച്ചി പറയും. നിർമ്മലേച്ചിക്ക് സന്തോഷം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിർമ്മലേച്ചിക്കൊന്നും പറയാൻ പറ്റാഞ്ഞത്. നിർമ്മലേച്ചി അങ്ങനെയുള്ള ഒരാളാണ്. ബന്ധത്തിനേക്കാളും അടുപ്പാണ് നിർമ്മലേച്ചിയായിട്ട്. ഞാനാണ് എത്രയോ വർഷമായിട്ട് നിർമ്മലേച്ചിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക. നിർമ്മലേച്ചിക്ക് വലിയ സന്തോഷമാണ്.